ഓക്കെ. അപ്പൊ നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ലീനിയർ അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് അപ്രോക്സിമേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. സോ അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷനിലോട്ട് വന്നേക്കുക. ലീനിയർ അപ്രോക്സിമേഷൻ പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ലീനിയർ അപ്രോക്സിമേഷൻ? ഓക്കെ, നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ വളരെ ക്ലിയർ കട്ടായിട്ട് എന്താണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്ന് ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പാർട്ട് 4 വീഡിയോയിലൊക്കെയോ അല്ലെങ്കിൽ നമ്മുടെ ലൈൻ ബെൻഡിങ് സീരീസിൽ ആ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗത്ത് വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും അറിയാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. പക്ഷെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല, കാരണം അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ടേ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായില്ല, നിങ്ങൾക്ക് അവിടെ കയറി നോക്കാം. അതിൻ്റെ അത് വലിയൊരു പ്ലേലിസ്റ്റാ, ഇച്ചിരി ഹെവിയും കൂടെ, ഇച്ചിരി ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ടുന്നതാ. അപ്പം അത് കാണാതിരിക്കും നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ കണ്ടാൽ വെർത്തായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ പറഞ്ഞുതരാം നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ. എന്താണ് ഈ ലീനിയർ അപ്രോക്സിമേഷൻ? ഓക്കെ, നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റ് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ആ സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? ടാൻജന്റ് എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ആ ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഓക്കെ, ആൻഡ് ഇത് തന്നെയാണ് നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷന്റെ ലൈൻ. ഇത് ബേസിക്കലി ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ വരയ്ക്കുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, അല്ലെ ഒരു ടാൻജന്റ് വരയ്ക്കുന്ന 2 കണ്ടീഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ, എന്താണെന്ന് വളരെ പറഞ്ഞുതരാം. ഇതാണ് ലീനിയർ അപ്രോക്സിമേഷൻ. എന്താ ലീനിയർ അപ്രോക്സിമേഷൻ എന്നുള്ളത് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. വളരെ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് ബേസിക്കലി സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് നോക്കുക, എഫ് ഓഫ് എക്സിനെ ഈ റെഡ് ലൈൻ വെച്ച റെപ്രസെന്റ് ചെയ്തേക്കുന്നതിന് വെക്കുക. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരാം. ഭയങ്കര എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസും ചില ലോഗ് ഫംഗ്ഷൻസും അങ്ങനത്തെയൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരാം, പല ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ. അപ്പം ആ ഫംഗ്ഷൻ സപ്പോസ് എക്സാമ്പിളായിട്ട് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷണലി ഭയങ്കര ഹെവിയാണ്. കാരണം എക്സ്പോണൻസ് ടൈമായിട്ടാണ്, മേളിൽ അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ എക്സ് ഈക്വൽ ടു 10,000 എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇ റേസ് ടു 10,000 എന്ന് വരും. അതായത് ഇതിന്റെ വാല്യൂ 2.718 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 2.718 റേസ് ടു 10,000. അതായത് 2.718നെ എത്ര 10,000 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ആലോചിച്ചു എന്തുമാത്രം കമ്പ്യൂട്ടേഷണലി ഹെവിയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി, ഇതുപോലത്തെ ഹെവി ഫംഗ്ഷൻസിനൊക്കെ കമ്പ്യൂട്ട് ചെയ്യാൻ ഭയങ്കര കമ്പ്യൂട്ടേഷണലി ഹെവി ആയിരിക്കും. അപ്പോൾ നമ്മൾ സിമ്പിളറായിട്ടൊരു പരിപാടി കണ്ടുപിടിച്ചു. ഈ ഹെവി ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ എന്തുകൊണ്ട് സിമ്പിളർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ടൈമിലോട്ട് കൊണ്ടുവന്നുകൂടാ? അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്ത്, നമ്മുടെ ഈ സപ്പോസ് ഈ കാണുന്ന റെഡ് കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിനെ മിമിക് ചെയ്യുന്ന വേറൊരു ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ നമ്മൾ തീരുമാനിച്ച്. അതിൻ്റെ ആ ഫംഗ്ഷന്റെ ഗുണം എന്തുവാന്ന് വെച്ചാൽ അതിന് ഈ പറഞ്ഞതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ഈ എക്സ്പോണൻഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനത്തെ സാധനമൊന്നുമില്ല, സിമ്പിളർ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് അതിൻ്റെ അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് സിമ്പിളറായിട്ട് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. ആൻഡ് ഇതാണ് ടൈലർ സീരീസ് എന്ന് പറഞ്ഞതിൻ്റെ ബേസ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്ത്, ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത്. ഓക്കെ, നമ്മളിവിടെ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കൺസിഡർ ചെയ്ത്, എന്നിട്ട് ആ പോയിന്റിൽ എന്ത് ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പം 2 കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, ആ 2 കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ റെഡ് കർവ് ഉണ്ടല്ലോ, ഇതിന്റെ വൈ വാല്യൂ ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈൻ, നമ്മൾ വരച്ച ബ്ലൂ ഡോട്ടഡ് ലൈനിന്റെ വൈ വാല്യൂ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ ഈ റെഡ് കർവിന്റെ ആ പോയിന്റിലെ സ്ലോപ്പ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈനിന്റെ ആ പോയിന്റിലെ ഡെറിവേറ്റീവായിട്ട് സെയിം ആയിരിക്കണം. ഈ 2 കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 വൈ വാല്യൂ സെയിം എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ആ പോയിന്റ് മുട്ടുന്നൊരു പോയിന്റ്. അതായത് ഈ പോയിന്റ്, നമുക്കൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ കൂടെ എത്ര ലൈൻ വേണേലും വരയ്ക്കാമല്ലോ. അപ്പം നമുക്ക് വേണ്ടുന്നത്, നമുക്കൊരു യുണീക്ക് ലൈനാണ് വേണ്ടുന്നത്. ആ യുണീക്ക് ലൈനിനാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. അപ്പോൾ ഈ യുണീക്ക് ലൈനിന്റെ പ്രത്യേകത പറഞ്ഞ് 2ന്റെ വൈ വാല്യൂ സെയിം ആയിരിക്കണം. ആൻഡ് നമുക്കറിയാം ഒരു പോയിന്റ് എടുത്താൽ ആദ്യം ഇഷ്ടം പോലെ ലൈൻ വരയ്ക്കാം.
ആൻഡ് ഇഷ്ടംപോലെ ലൈൻ വലിച്ചാൽ അതിന്റെ y വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ സെക്കൻഡ് കണ്ടീഷൻ മാച്ച് ചെയ്യണം, സ്ലോപ്പ് സെയിം ആയിരിക്കണം. അങ്ങനെ വരയ്ക്കാൻ പറ്റിയ ഒരേ ലൈനേ ഉള്ളൂ, അത് ടാൻജന്റ് ലൈന. ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്ത് വരയ്ക്കാൻ പറ്റിയ ഒരേ ഒരു സ്ട്രെയിറ്റ് ലൈനേ ഉള്ളൂ ഏത് പോയിന്റിലും, അതെന്ന് പറഞ്ഞാൽ ടാൻജന്റ് ലൈന. ഓക്കെ, അപ്പോൾ നമ്മൾ സോഫാർ പറഞ്ഞത് എന്താ, നമ്മൾ ഈ റെഡ് ഫംഗ്ഷനെ മിമിക് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അതിന് വേണ്ടി നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് ആദ്യം. ഓക്കെ, ആ പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ കൂടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച്. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അങ്ങനെ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഏത് സ്ട്രെയിറ്റ് ലൈനും വരയ്ക്കാൻ പറ്റത്തില്ല. സപ്പോസ് ഇപ്പോൾ ഈ പോയിന്റ് എടുത്തെങ്കിൽ ഇതിലെ കൂടെ പാസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ സ്ട്രെയിറ്റ് ലൈൻ കാണും. ആൻഡ് മൾട്ടിപ്പിൾ സ്ട്രെയിറ്റ് ലൈൻ എടുത്താലും അത് ഈ നമുക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് കിട്ടുന്നത് സിംഗിൾ സ്ട്രെയിറ്റ് ലൈൻ. ആ സിംഗിൾ സ്ട്രെയിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കാണുന്ന റെഡ് ഫംഗ്ഷന്റെ ഈ y വാല്യൂ ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ഫംഗ്ഷന്റെ ഈ y വാല്യൂ സെയിം ആയിരിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഈ പോയിന്റിൽ കൂടെ ഏത് ലൈൻ പാസ് ചെയ്താലും രണ്ടിന്റെ y വാല്യൂ സെയിം ആയിരിക്കും. അതെന്താ, കാരണം ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ടല്ലോ, ക്രോസ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ y വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ സെക്കൻഡ് കണ്ടീഷനോടെ മാച്ച് ആണ്. എന്ത്, ഈ കാണുന്ന റെഡ് ഫംഗ്ഷന്റെ ഈ പോയിന്റിലെ, സപ്പോസ് നമ്മൾ ഇവിടുത്തെ 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, ആ പോയിന്റിലെ സ്ലോപ്പും ഈ കാണുന്ന ബ്ലൂ ഡോട്ടഡ് ലൈനിന്റെ ആ പോയിന്റിലെ സ്ലോപ്പും സെയിം ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും മാച്ച് ആയി മാത്രമേ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ ആ പോയിന്റിൽ കൂടെ പോകുന്ന ഏത് ലൈനിനെ സാറ്റിസ്ഫൈ ചെയ്യാം. കാരണം ഞാൻ ഇതുവഴി ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് താപ്പോട്ട് ഒരു വര വരച്ചാലോ, ഇങ്ങനെ ഒരു വര വരച്ചാലോ, അല്ലെങ്കിൽ മേപ്പോട്ട് കുത്തനെ ഒരു വര വരച്ചാലോ, ഇങ്ങനെ എങ്ങനെ വരച്ചാലും ഫസ്റ്റ് കണ്ടീഷൻ മാച്ച് ചെയ്യും. കാരണം അവർ തമ്മിൽ ആ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഗ്രാഫിലെ y വാല്യൂ തന്നെ ആയിരിക്കും അവർക്ക് രണ്ടുപേർക്കും, x വാല്യൂ തന്നെ ആയിരിക്കും അവർക്ക് രണ്ടുപേർക്കും. പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ മാച്ച് ചെയ്യാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റത്തില്ല. സെക്കൻഡ് കണ്ടീഷൻ മാച്ച് ചെയ്യണം എന്തുകൊണ്ട്, രണ്ടിലെ സ്ലോപ്പ് സെയിം ആയിരിക്കണം. സ്ലോപ്പ് സെയിം ആക്കി നമുക്ക് വരയ്ക്കാൻ പറ്റിയ ഒരേ ലൈനുള്ള ടാൻജന്റ് ലൈനാണ്. സോഫാർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ടൊന്ന് റീക്യാപ്പ് ചെയ്ത് കൊടുക്കുന്ന, ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ കുറേ സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം ഒരു പോയിന്റ് എടുത്ത് ഇവിടെ 1 എന്ന് എടുത്തു, എന്നിട്ട് അതിൽ കൂടെ ലൈൻ വരച്ചു. ആ ലൈനിന്റെ കണ്ടീഷൻ എന്താണെന്ന്, ഈ വരയ്ക്കുന്ന ലൈനാണ് ലീനിയർ അപ്രോക്സിമേഷൻ. ഓക്കെ, ഈ വരയ്ക്കുന്ന ലൈനാണ് ലീനിയർ അപ്രോക്സിമേഷൻ. ഇനി നമ്മൾ എന്താ പറഞ്ഞത്, രണ്ടിന്റെ y വാല്യൂ സെയിം ആയിരിക്കണം, ആ പോയിന്റിൽ കൂടെ വരയ്ക്കണം. ഈ ലീനിയർ അപ്രോക്സിമേഷന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ലീനിയർ അപ്രോക്സിമേഷൻ വരച്ചാൽ ആ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷന്റെ ഈ പോയിന്റിലെ വാല്യൂ മാത്രമേ ഇനി പറഞ്ഞു തരാൻ പറ്റൂ. കാരണം എന്താ, ഈ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷന്റെ ഈ നമ്മുടെ ഡിസൈഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന അതേ പോയിന്റിൽ കൂടെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച്, അപ്പോൾ എനിക്ക് ഈ സ്ട്രെയിറ്റ് ലൈനിലെ ഈ പോയിന്റിൽ x ഇട്ട് കൊടുത്താൽ എനിക്ക് കിട്ടുന്ന അതേ y വാല്യൂ തന്നെ ആയിരിക്കും ഈ ഫംഗ്ഷന്റെ ഈ പോയിന്റിലെ y വാല്യൂ. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞ രണ്ടിന്റെ y വാല്യൂ സെയിം ആയിരിക്കണമെന്ന്. ഓക്കെ, അതുകൊണ്ട് ലീനിയർ അപ്രോക്സിമേഷന് ആ സ്പെസിഫിക് പോയിന്റിലെ വാല്യൂ മാത്രം കണ്ടുപിടിക്കാം. ഓക്കെ, ബാക്കിയുള്ളത്തെ വാല്യൂവിന് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ അതാ നോക്ക്, ഇവിടെ ഉണ്ട് 1.1, ഈ റെഡ് പോയിന്റിന്റെ വാല്യൂ 1.1, അവിടുത്തെ കറസ്പോണ്ടിങ് ബ്ലൂ പോയിന്റിന്റെ വാല്യൂ എടുത്താൽ അതെന്താ 1.1. ഓക്കെ, അവിടെ മാത്രം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഇനി അങ്ങോട്ട് പോകാൻ നോക്ക്. ഇവിടെ ബ്ലൂവിന് 1.05, ഇവന് y വാല്യൂ കിട്ടിയ 1.1, റെഡിനോ 1.1025. ഡിഫറൻസ് ഉണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു ഡിഫറൻസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കാണണ്ട, ആ ഡിഫറൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇങ്ങോട്ട് പോകുമ്പോഴും കണ്ടോ ആ ഡിഫറൻസ് കൂടും. എങ്ങനെ കണ്ടേ, ആ ഡിഫറൻസ് കൂടും. ഇതാ ജസ്റ്റ് നോക്ക്, 1.5 രണ്ടുപേരുടെയും വാല്യൂ എത്ര വന്നു, ഒന്ന് 2.25, ഒന്ന് 2. ഓക്കെ, അത് കണ്ണുകൊണ്ട് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ എവിടുന്നോ വരുന്നു, ഇവിടെ മാത്രം മുട്ടുന്നു, പിന്നെ എങ്ങോട്ടോ പോകുന്നു. ഓക്കെ, ഈ റെഡ് കർവോ ഇതാ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നു, ഈ ഒറിജിനെ കൂടെ പാസ് ചെയ്യുന്നു, ഇവിടെ വരുന്നു, പിന്നെ എങ്ങോട്ടോ പോകുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും ക്രോസ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, ഇവിടെ നോക്ക്, ഈ റെഡും ബ്ലൂ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ നോക്കി, ഇവർ തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കുറഞ്ഞ് ഗ്യാപ്പ് തീരെ കുറഞ്ഞ് ഇല്ലാതായത് ഇവിടെ മാത്രം. പിന്നെ അവർ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വന്നുകൊണ്ടിരിക്കും. അതായത് ബേസിക്കലി ഈ ബ്ലൂ ഡോട്ടഡ് ലൈനെ കൊണ്ട് ഈ ഒരു ഒറ്റ പോയിന്റിലെ മാത്രം വാല്യൂ പറയാൻ പറ്റൂ. ഓക്കെ, ആൻഡ് ബാക്കി ടൈലർ സീരീസ് എങ്ങനെയാന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഈ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മുടെ ലൈനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് എന്ത് ചെയ്ത് മേലിൽ കൊണ്ടുപോയി വെക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത സ്ട്രെയിറ്റ് ലൈനെ ബെൻഡ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഫംഗ്ഷൻ ആക്കും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് കംപ്ലീറ്റ്ലി അനദർ ടോപ്പിക്. നമ്മുടെ ടൈലർ സീരീസ് ഞാൻ എന്തുവാന്ന് അത് പറയുന്നേ ഇല്ല ഇവിടെ. ഞാൻ ബേസ് മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ എടുത്താൽ മാത്രം നമ്മുടെ ടൈലർ സീരീസ് തുടങ്ങാനായിട്ട്. ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞ എന്ത്, ലീനിയർ അപ്രോക്സിമേഷൻ എടുത്തപ്പോൾ ഉണ്ടായ ഗുണം എന്താ,
മീൻസ് നമ്മൾ പറഞ്ഞു വെച്ച കാര്യം എന്താ, ലീനിയർ അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ആ പോയിന്റ് വരച്ച എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ആൻഡ് ആ ഈ റെഡ് ഫംഗ്ഷന്റെ y വാല്യൂ നമ്മൾ വരച്ച ബ്ലൂ സ്ട്രെയിറ്റ് ലൈനിന്റെ y വാല്യൂ സെയിം ആയിരിക്കും. ഈ റെഡ് ഫംഗ്ഷന്റെ ആ പോയിന്റിലെ സ്ലോപ്പ് തന്നെ ഈ ബ്ലൂ ലൈനിന്റെ ആ പോയിന്റിലെ സ്ലോപ്പ് സെയിം ആയിരിക്കും. ആൻഡ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റിയ ഒരേ ലൈനുള്ള ടാൻജന്റ് ലൈനാണ്. ഓക്കെ, ആൻഡ് ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് എന്താ വെച്ചാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ എവിടെ നിന്നാണ് ലൈൻ വളച്ചു തുടങ്ങി ഇവിടെ നമ്മുടെ ഇവിടുത്തെ കേസിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഇക്വേഷൻ എന്താണ്, എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഓക്കെ, എന്താണ് ഇപ്പൊ പറഞ്ഞുതരാം. ഇവിടെ ഇതാണല്ലോ നമ്മളിപ്പോ പറഞ്ഞ ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് എ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്ത് പറ്റി, എൽ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് എന്നായി. എങ്ങനെ ഈ എ എന്ന് പറഞ്ഞാൽ 0 എടുത്ത്, എന്താ എ എന്ന് പറഞ്ഞാൽ 0? ഒന്നുമില്ല, പേടിക്കൊന്നുമില്ല. അത് നമ്മൾ പറഞ്ഞ എന്താ, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആണ് നമ്മൾ വളച്ചു തുടങ്ങുന്ന പോയിന്റ്. ഇവിടെ നമ്മൾ 1 എന്ന് എടുത്തു, അതിനെ നമ്മൾ ഇതാണ്ട കൊണ്ടുപോയി 0യിൽ വെച്ചാൽ ഇതാണ് എഫ് ഓഫ് എ ഈക്വൽ ടു 0. അതായത് നമ്മളിപ്പോ ഈ കണ്ട എന്ത്, ഇതിൽ എ ഈക്വൽ ടു 0 എന്ന് എടുക്കാൻ പറഞ്ഞില്ലേ? എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് 0 വെച്ചിട്ട് ഇനി ഈ 0 എന്ന് പറഞ്ഞ പോയിന്റ് വെച്ച് നമ്മൾ വളയ്ക്കാൻ തുടങ്ങി. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ വലിയ അത്ഭുതമൊന്നുമില്ല. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ എന്താ 1ൽ കൊണ്ട് സ്ലൈഡ് ആവുന്നില്ലല്ലോ, 1ൽ കൊണ്ടുപോയി വെച്ച് വളച്ചതെങ്കിൽ ഇപ്പൊ നമ്മൾ അതിനെ എടുത്ത് 0യിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ വെച്ച് വളച്ചു. അത്രേ ഉള്ളൂ, അതാണ് എഫ് ഓഫ് എ 0. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം, ആ ഒരു കാര്യം കയ്യിൽ നിന്ന് പോയി നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ. ഓക്കെ, എന്തിനാണ് ലീനിയർ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലീനിയർ അപ്രോക്സിമേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഇങ്ങനെ ആലോചിക്കുക, ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ലീനിയർ അപ്രോക്സിമേഷൻ എന്താ, ബേസിക്കലി ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിലെ, അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ എടുത്താൽ ആ പോയിന്റിലെ വാല്യൂ തന്നെ ആയിരിക്കും നമ്മൾ ഈ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആ പോയിന്റിലെ വാല്യൂ. അത് തന്നെയാണ് ആക്ച്വലി ലീനിയർ അപ്രോക്സിമേഷന്റെ ഉപകാരം. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ഉണ്ട്, സൈൻ എക്സ്. ഓക്കെ, എനിക്ക് സൈൻ 2.35ന്റെ വാല്യൂ വേണം. എങ്ങനെ കിട്ടും? സൈൻ 0യുടെ വാല്യൂ നമുക്കറിയാം, എന്ത് 0. പക്ഷെ സൈൻ 2.35ന്റെ വാല്യൂ എന്തോ നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യണം, 2.35 കൂടെ ഒരു വര വരയ്ക്കണം. എന്നിട്ട് ആ 2.35ലെ ആ വരയുടെ ഇക്വേഷൻ വാല്യൂ കണ്ടുപിടിക്കണം. അത് തന്നെയാണ് ഈ സൈനിന്റെ ആ പോയിന്റിലെ വാല്യൂ. അപ്പൊ മനസ്സിലായി? അതായത് ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷന്റെ ആ പോയിന്റിലെ സ്പെസിഫിക് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് പാടാണെങ്കിൽ നമ്മൾ അതേ പോയിന്റിൽ കൂടെ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇതാണ് മെയിൻ കോൺസെപ്റ്റ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സാക്ട്ലി ചിലപ്പോൾ ആ പോയിന്റിൽ കൂടെ ആയിരിക്കും ലൈൻ, അതിനോട് വളരെ ക്ലോസ് ആയിട്ടൊരു പോയിന്റിലായിരിക്കും നമ്മൾ വരയ്ക്കുക. ഓക്കെ, അതായത് സപ്പോസ് ഈ റേസ് ടു എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. ഈ റേസ് ടു 0 1 കിട്ടും. പിന്നെ നമ്മളോട് പറയാം 0യുടെ വാല്യൂ എനിക്ക് വേണ്ടത് 0.00001 വാല്യൂ നമുക്ക് വേണ്ടത്. അതിനകത്ത് എന്താ 2.718 റേസ് ടു 0.0001. ഓക്കെ, കയ്യിൽ നിന്ന് പോയില്ലേ? ഇങ്ങനെയുള്ളിടത്തൊക്കെയാണ് നമ്മളെ എന്താണ് ലീനിയർ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ കേസാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 0.0001 ഒരു ലൈൻ വരയ്ക്കും, അല്ലെങ്കിൽ 0യിൽ തന്നെ ഒരു ലൈൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ബേസിക്കലി ലീനിയർ അപ്രോക്സിമേഷൻ കൊണ്ട് ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷന്റെ ഒരു പോയിന്റിലെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പാടാണെങ്കിൽ അതേ പോയിന്റ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും, ആ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കും. മീൻസ് ആ വാല്യൂ കണ്ടുപിടിക്കുക. ആ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്ന ഒരു കണ്ടീഷനും ഉണ്ടെന്ന് പറഞ്ഞു, തോന്നിയ സ്ട്രെയിറ്റ് ലൈൻ ഒന്നും വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ ഒരു ബേസ് കാര്യം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ ആ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെ ഇപ്പോഴും പറഞ്ഞ അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇങ്ങോട്ട് വാ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ലീനിയർ അപ്രോക്സിമേഷൻ ഇക്വേഷൻ ഇല്ല, അതിൽ നമ്മൾ എഫ് ഓഫ് 0 എടുക്കുന്നതിന് തൊട്ട്. ഓക്കെ,
L of x equal to f of 0 plus f dash of 0 into x. ഇനി ഇത് പറഞ്ഞു പോകുന്നതിന് മുമ്പ് എനിക്ക് താഴെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ബേസിക്കലി ഇതിന്റെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന നമ്മുടെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാൻ വേണ്ടി, എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രം. അത്രേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഉണ്ടെന്ന്. ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇത് നമ്മൾ പറഞ്ഞ എന്താ, ലീനിയർ അപ്രോക്സിമേഷൻ വരച്ചാൽ ആ പോയിന്റിൽ മാത്രമേ അവർ സെയിം ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, ആ പോയിന്റിലോ ആ പോയിന്റിന് വളരെ അടുത്തോ അവർ സെയിം ആയിരിക്കും. ഓക്കെ, അതൊന്നുകൂടെ പറഞ്ഞുതരാം. അതാ ശ്രദ്ധിച്ചു നോക്ക്. ഈ റെഡ് ഫംഗ്ഷൻ എന്താ, റെഡ് കർവ് മേളിൽ നിന്ന് ഇറങ്ങി വന്ന് ഓക്കെ ഈ പോയിന്റിലെത്തി. ഇനി ഇവിടെ നിന്ന് വീണ്ടും മേലോട്ട് കയറി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ ബ്ലൂ ഡോട്ടഡ് ലൈനോ താഴെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നു, ഇവിടെ വന്ന് ഇവിടെ മുട്ടുന്നു, പിന്നെ ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ഇനി ഈ റെഡ് ലൈനും ബ്ലൂ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. ഈ പോയിന്റ് എടുത്ത ഇവർ തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട് കണ്ടോ. ഇങ്ങോട്ട് പോകും, ഡിഫറൻസ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. വീണ്ടും ഡിഫറൻസ് കുറഞ്ഞു വന്ന് ഓക്കെ ഇവിടേക്ക് എത്തുമ്പോൾ ഡിഫറൻസ് വളരെ നെഗ്ലിജിബിളാണ്. കണ്ടോ, ആണ്ടേ 0.9 റെഡ് കഴിഞ്ഞ 0.8ഉം ബ്ലൂ കഴിഞ്ഞ 0.8ഉം റെഡ് കഴിഞ്ഞ 0.81 0.01ന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും കുറയും. ആണ്ടേ 0.95 റെഡ് തരുന്ന വാല്യൂ നോക്ക്, ബ്ലൂ തരുന്ന വാല്യൂ ഹവർ ചെയ്യാൻ പറ്റത്തുണ്ടോ, ബ്ലൂ തരുന്ന വാല്യൂ നോക്ക്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ ഒരു 0.0025 ഡിഫറൻസേ ഉള്ളൂ. വീണ്ടും അടുത്തോട്ട് വരുമ്പോൾ എക്സാക്ട്ലി ഡിഫറൻസ് ഇല്ലാതെ വീണ്ടും എന്ത് പറ്റി, ഗ്യാപ്പ് ഇതാ ഇവിടൊക്കെ എക്സാക്ട്ലി ഓൾമോസ്റ്റ് സിമിലർ ആണ് രണ്ടിന്റെ വാല്യൂ. പക്ഷെ ഇങ്ങോട്ട് പോകെ നോക്ക്, വീണ്ടും ഗ്യാപ്പ് കൂടി വന്ന് വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നോക്ക് 1.9 3.61 ഇവിടെ 1.9 2.8 1.95 2.9 1.95 3.8025. വ്യത്യാസം കണ്ടോ, അത്രയും വലിയ വ്യത്യാസമൊക്കെ വന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് 1ന്റെ വ്യത്യാസമൊക്കെ വരുന്നു. ആക്ച്വലും പ്രെഡിക്റ്റഡും അല്ലെ നമുക്ക് വേണ്ട ഇത്രയും ഡിഫറൻസ്. അപ്പോൾ എന്ത് മനസ്സിലായി, ഇവിടെ മാത്രമേ ഒരു സെയിം ഉള്ളൂ. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ പറഞ്ഞ എന്താ, 0യിലെ കാര്യമാണ് അല്ലേ. എന്ത്, ഇവിടുത്തെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി അതേ കാര്യം തന്നെ ഇവിടെ ആപ്ലിക്കബിൾ. ഇവിടെ നോക്ക്, ഇവിടെ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കി, റെഡും ബ്ലൂവും തമ്മിലുള്ള ഗ്യാപ്പ് നോക്കിയേ. സപ്പോസ് ഈ ഒരു പോയിന്റ് എടുക്ക്, -1.8. ഓക്കെ, റെഡ് എന്ത് കിട്ടി, 3.24. ഇവിടെ 0, 3.24ന്റെ വ്യത്യാസം. അതാണ്ട് കണ്ണ് തുറന്ന് നോക്ക്, റെഡും ബ്ലൂവും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. വീണ്ടും വേണ്ട ഗ്യാപ്പ് കുറഞ്ഞ് ഓക്കെ, ഗ്യാപ്പ് കുറഞ്ഞ് ഇവിടെ ഒക്കെ എത്തുമ്പോൾ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അവസാനം ഈ പോയിന്റിൽ മുട്ടി വീണ്ടും ഗ്യാപ്പ് കൂടി പൊക്കൊണ്ടേയിരിക്കുക. ഞാൻ സൂമിൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ തോന്നുന്നുണ്ടായിരിക്കും അവര് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഒന്നല്ലേ മുട്ടുന്നില്ല. അവർ എക്സാക്ട്ലി മുട്ടുന്ന ഈ പോയിന്റ് മാത്രമേ ഉള്ളൂ, 0 ബാക്കിയുള്ളത് അവർക്ക് ഡിഫറൻസ് ഉണ്ട്. കണ്ടോ ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഡിഫറൻസ് വളരെ ചെറുതാ. ഇവിടെ ബ്ലൂവിന്റെ വാല്യൂ 0 ആണെങ്കിൽ റെഡിന്റെ എത്ര, 0.0025. അതായത് അവരുടെ ആക്ച്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.0025 ഉള്ളു, നെഗ്ലിജിബിളാ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് പറ്റും, ഡിഫറൻസ് കൂടി വരും. ഇപ്പൊ 0.01 വീണ്ടും എന്ത് ഡിഫറൻസ് കൂടി വരും. അപ്പോൾ എന്ത് പറ്റി, എക്സാക്ട്ലി ഈ പോയിന്റ് മാത്രമേ അവർ സെയിം ആവത്തുള്ളൂ. പക്ഷെ ആ പോയിന്റിന്റെ അടുത്തുള്ള പോയിന്റുകളിൽ അവർ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. എക്സാക്ട്ലി സിമിലർ എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് സിമിലർ. കണ്ടോ, ഓൾമോസ്റ്റ് സിമിലർ. എക്സാക്ട്ലി സിമിലർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് സിമിലർ. ഓക്കെ, 0ൽ നിന്ന് 0.05 വരെ എത്തിയപ്പോൾ 0.0025 ആണ് ഡിഫറൻസ്. ഇതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഈ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്ക് ഇതിനെക്കാട്ടി ആക്യുറസി ആയിരിക്കും. ഓക്കെ, അങ്ങോട്ട് പോകുമ്പോഴാണ് എന്ത് ആ ഡിഫറൻസ് കൂടുന്നത്. പക്ഷെ ഈ പോയിന്റിന്റെ അടുത്ത്, നമ്മളെടുത്ത പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ അടുത്ത് രണ്ടുപേരും വളരെ ക്ലോസ് ആയിരിക്കും. ഇത് എപ്പോഴും മറക്കുക. ഇനി നമ്മുടെ എക്സിന്റെ എയുടെയും കാര്യം പറയാം. നമ്മളിവിടെ ആക്ച്വലി ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ 0 ആക്കി. 0 എന്തിനാ എടുത്തതെന്ന് ചോദിച്ചാൽ, ഫോർ ദ സിംപ്ലിസിറ്റി. ടൈലർ സീരീസിൽ നമ്മൾ 0 ആക്കും. എന്ന് വെച്ചാൽ ഇപ്പൊ നോക്ക്, ഒരു കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ sin x അല്ലെ e⁻x, x = 0 എടുത്ത് അല്ലെ a = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ചിലപ്പോൾ sin 0 ഇപ്പോൾ e⁻0 1 ആയി പോകും. ഓക്കെ, അതായത് 0 നമ്മൾ എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാ. പക്ഷേ
അവിടാണ് ഈ എക്സ് എടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇവിടാണ് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത എ വാല്യൂ എത്ര? 0. ഈ എക്സ് വാല്യൂ എന്തുമായിരിക്കണം എന്നറിയോ? ഈ എയോട് വളരെ സിമിലർ ആയിരിക്കണം. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇവിടെ എടുത്ത ഈ എൻ്റെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എ 0 എന്ന് വന്നല്ലോ. അപ്പം ഇനി ഞാൻ എടുക്കാൻ പോകുന്ന എൻ്റെ എക്സ് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ എയിനോട് വളരെ അടുത്തായിരിക്കണം. ഓക്കെ, ഇത് ഞാൻ എടുത്ത എ 0 ആണെങ്കിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന എക്സ് ഒക്കെ 0.05 അല്ലെ 0.001 അത് 0യോട് അവർ എത്ര എടുക്കുന്നോ അത്രത്തോളം ആക്യുറേറ്റോ. മനസ്സിലായില്ലല്ലേ? അതായത് എനിക്കത് പറയുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, സപ്പോസ് നമ്മുടെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു എക്സ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ എക്സാമ്പിൾ. അപ്പം ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, അവിടെ എക്സ് ഈക്വൽ ടു 0യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എളുപ്പമാണ്. എന്താ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു 0 എന്ന് വെച്ചാൽ 1. എളുപ്പം കിട്ടിയേ. പക്ഷേ ഞാൻ പറയുക, എനിക്ക് വേണ്ടുന്നത് 0.972 വാല്യൂ. ഓക്കെ, 0.972 വാല്യൂ എന്ന് വെച്ചാൽ എഫ് ഓഫ് 0.972 എന്ന് വെച്ചാൽ എന്താ? ഇ റൈസ് ടു 0.972. ഇ എന്ന് പറഞ്ഞാൽ ഓൾറെഡി 2.718 അങ്ങനെ പൊക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് കിട്ടും ആക്ച്വലി ഈ വാല്യൂ? 2.718 റൈസ് ടു 1.972. ഇത് സിമ്പിളാണോ ഈ നമ്പർ? ജസ്റ്റ് നോക്കട്ടെ, താഴെ കിടക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, മേളിലത്തെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് വേണ ഒരു പേപ്പറിൽ മേലെ എഴുതി വെക്കുക. അതായത് ഇ റൈസ് ടു 0.972 എന്ന് പറഞ്ഞാൽ 2.718 റൈസ് ടു 0.972 എന്ന് കിട്ടും. ഇത് കണ്ടുപിടിക്കുക എളുപ്പമാണോ? തൊട്ട് മുമ്പേ പറഞ്ഞതിന്റെ കിട്ടും. അല്ലല്ല, ഇച്ചിരി പാടല്ലേ? ഒരിക്കലും നമുക്ക് നോർമലി കണ്ടുപിടിക്കാറ്റില്ല, കാൽക്കുലേറ്റർ എങ്കിലും വേണ്ടേ? ഓക്കെ, ഇത് ഇച്ചിരി കമ്പ്യൂട്ടേഷൻ ഉള്ള സാധനമല്ലേ നോർമലി ഉള്ളതിനെക്കാട്ടിലും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? അതായത് നമുക്ക് നോർമലി ഇന്റിജർ വാല്യൂസിന്റെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പം കണ്ടുപിടിക്കാം. ഇ റൈസ് ടു 0, ഇ റൈസ് ടു 1, ഇ റൈസ് ടു 2, ഇ റൈസ് ടു 3 അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷെ ഇതുപോലത്തെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഒക്കെ വരും. എന്ത് ഇപ്പൊ അതിലോട്ട് 0.972 അല്ലെ 0.007 അല്ലെങ്കിൽ 2.002 ഇങ്ങനത്തെയൊക്കെ വാല്യൂസ് വന്നാലോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അവിടാണ് നമ്മുടെ ഈ ലീനിയർ അപ്രോക്സിമേഷൻ വരുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷനിലോട്ട് ഇവിടെ ലീനിയർ അപ്രോക്സിമേഷൻ ഇക്വേഷൻ എന്താ? എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. നമ്മൾ എ 0 എന്ന് പറഞ്ഞെടുത്ത്, അപ്പോൾ എന്താ? എൽ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ് എന്ന് വരും. നമ്മുടെ ഫംഗ്ഷൻ ഏതായിരുന്നു? ഇ റൈസ് ടു എക്സ്. ഓക്കെ, നമുക്ക് വേണ്ടുന്നത് 0.972 വാല്യൂ ആണല്ലോ. അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ എ ഈക്വൽ ടു 0യുടെ ഇക്വേഷനിലോട്ട് ഇട്. ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണ്. എഫ് ഓഫ് 0 എന്താ? ഇ റൈസ് ടു 0. 1 കിട്ടിയിട്ട് ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പൊ എഫ് ഡാഷ് ഓഫ് 0 എന്താ? ഇ റൈസ് ടു 0, അത് 1 തന്നെ. അപ്പൊ 1 പ്ലസ് 1 ഇൻറ്റു നമുക്ക് വേണ്ടുന്ന എക്സ് എന്താ? 0.972. അപ്പോൾ എന്ത് കിട്ടി? 1 പ്ലസ് 1 ഇൻറ്റു 0.972 എന്ന് വെച്ചാൽ 1 പ്ലസ് 0.972 എന്ത് കിട്ടി? 1.972. ഇപ്പൊ കണ്ടോ? അതായത് ഈ പറഞ്ഞ 2.718 റൈസ് ടു 0.972 എത്രയും എളുപ്പമായിട്ട് ഓക്കെ ഈ വാല്യൂ വെച്ച് കിട്ടി. ആൻഡ് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ 0.972 പാസ് ചെയ്യുന്ന ഒരു ടാൻജന്റ് ലൈൻ നമ്മൾ വരയ്ക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ടാൻജന്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ y വാല്യൂ കണ്ടുപിടിക്കും. നമ്മൾ പറഞ്ഞ 2.718 റൈസ് ടു 0.972 എന്തുകൊണ്ട് സിമ്പിൾ ആണ്? ഇപ്പൊ ഈ കണ്ട ഇക്വേഷൻ വെച്ചിട്ട് ഫോർ 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ഇൻറ്റു എക്സ്, അതായത് 0 പ്ലസ് 1 ഇൻറ്റു 0.972 എന്ന് വെച്ചാൽ എളുപ്പത്തിൽ കിട്ടി എന്നാണ് ഒരു ധാരണയെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അതാ ഞാൻ വന്ന തുടക്കത്തിൽ ജഡ്ജ് ചെയ്യല് ഇത്രയും നേരം പറഞ്ഞു തന്നത് തെറ്റാണ്. ഓക്കെ, ഇതിന്റെ പകുതി ശരിയാണ്, പക്ഷെ പകുതി തെറ്റാണ്. ഓക്കെ, നമ്മളിപ്പോ ഈ കണ്ടുപിടിച്ച വാല്യൂ എന്താ? 1.972. ഇനി ഒരു കാൽക്കുലേറ്റർ എടുത്തിട്ട് 2.718 റൈസ് ടു
0.972 ചെയ്ത് നോക്ക്, ഈ വാല്യൂ ഒന്നും അല്ല കിട്ടുന്നത്. തെറ്റാ. അതിനൊരു കാരണമുണ്ട്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു കാര്യം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി, നമുക്ക് ആക്ച്വൽ കാര്യം എന്താണെന്ന് മനസ്സിലാവും. അത് നമ്മൾ പറഞ്ഞത് എന്താ, ഞാൻ ഇപ്പൊ സപ്പോസ് എൻ്റെ ഈ പോയിന്റ് എ എന്ന് പറഞ്ഞാൽ 0, അതായത് ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ എടുത്തത്. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഇക്വേഷൻ കിട്ടിയത്. എ എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലേക്കാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഈ പോയിന്റിൽ വര വരച്ചിട്ടാണ് നമ്മൾ വളച്ചു തുടങ്ങുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഞാനിപ്പോ 0യിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു, ഇവിടെ നോക്കി ഈ കേസിൽ തന്നെ 0.05 വരേക്കും അവർ ആക്യുറേറ്റാ, കണ്ടോ, കുറച്ചെങ്കിലും. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കൂടി കൂടി വരുന്നുണ്ട്, കണ്ടില്ലേ. പക്ഷെ ഇവർ എത്രത്തോളം ഈ 0യുടെ അടുത്താണ് ഈ പോയിന്റ്സ്, അതായത് ഓൾമോസ്റ്റ് ഒരു ഇത്രയും സ്ഥലം, അത് ഇത്രയും സ്ഥലമെങ്കിലും പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ സെയിം ആവാൻ സാധ്യതയുണ്ട്. എക്സാക്ട്ലി സെയിം എന്ന് പറയാൻ പറ്റത്തില്ല, എക്സാക്ട്ലി സെയിം ഈ കോൺടാക്ട് ചെയ്യുന്ന പോയിന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ സെയിം ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. എവിടെ, ഈ 0യിൽ ലൈൻ വരയ്ക്കുന്ന കേസിലാണ് ഞാൻ പറഞ്ഞത്. ഈ 0യിൽ ലൈൻ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാണുന്ന a = 0. കാരണം ടൈലർ സീരീസിൽ നമ്മൾ പറഞ്ഞ എന്താ, ഈ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഇവിടുന്നാണ് നമ്മൾ വളച്ചു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇവിടുത്തെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പോയിന്റ് ആണ്, a 0 ആണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്ത എന്താ, ഈ 0യിൽ നിന്നോണ്ട് ഈ 0.972 വാല്യൂ, ഓക്കെ, 0.972 ഏതാ, അതാ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് ഇവിടെ സംതിങ് വരും. ഇവിടുത്തെ വാല്യൂ പറയാൻ നോക്കിയത്. ഓക്കെ, f(0) എന്ന് ബേസിക്കലി മീൻ ചെയ്ത നമ്മുടെ ഈ 0യിൽ കൂടെ വരയ്ക്കുന്ന ലൈനാ. ഓക്കെ, ഒരിക്കലും മറക്കല് 0യിൽ കൂടെ വരയ്ക്കുന്ന ലൈനാ. ഓക്കെ, ഈ 0യിൽ വരച്ച ലൈൻ വെച്ചിട്ടാ നമ്മൾ ഈ പറഞ്ഞ പോയിന്റിലെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. ശരിയാവോ? ഇല്ലല്ലോ, തെറ്റി. അത് തന്നെ സംഭവിച്ച. ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ എ വാല്യൂ ഈ പറഞ്ഞ 0യിലാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ എക്സ് ആ എയോട് വളരെ അടുത്ത വാല്യൂ ആയിരിക്കണം. ഓക്കെ, കാരണം അതിനൊരു കാര്യം തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. എന്താണ്, നമ്മളൊരു ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരച്ചാൽ അതിന്റെ വളരെ അടുത്തുള്ള പോയിന്റുകളിലായിരിക്കും ഒരു സെയിം എന്ന്. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ഈ ഈ രണ്ട് വാല്യൂ തെറ്റില്ല. എ എന്താണ്, എക്സ് എന്താണ് തെറ്റില്ല. എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഏത് പോയിന്റിൽ നിന്നാണ് നമ്മൾ വളച്ചു തുടങ്ങാൻ പോകുന്നത്, അല്ല ഏത് പോയിന്റിലാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം ചോദിക്കില്ല എക്സ് എന്താ, അത് നമുക്ക് 0.972 വാല്യൂ വരയ്ക്കേണ്ടത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ ലൈനെ ഓടിച്ച് എന്തേ വേണ്ട 0.972 ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ട്, ഓൾമോസ്റ്റ് ഈ പോയിന്റിലായിട്ട് വരുമല്ലോ. 0.97 ഇവിടോട്ട് കൊണ്ടുപോയി വെച്ചാല് പോരെ. ഇനി ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ എടുത്താൽ പോരെ. അപ്പൊ എവിടെ ഇരിക്കുന്നത് 0.972 അപ്പൊ എന്തോ എ എന്ന് പറഞ്ഞത് 0.972 ആവും. അങ്ങനെ ഈ 0.972 കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വീണ്ടും എങ്ങനെയോ L(x) = f(0.972). കാരണം ഇപ്പൊ എ എന്ന് പറയുന്ന 0.972 ആണല്ലോ. അപ്പൊ എക്സ് എന്തോ നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഓക്കെ, എക്സും 0.972 എന്ന് എടുത്താം. അപ്പൊ എന്തോ f(0.972) പ്ലസ് f(0.972) into 0.972 മൈനസ് 0.972. അപ്പൊ എന്തായി, ഈ ടേം 0. ഓക്കെ, ഈ കംപ്ലീറ്റ് ടേം 0. പക്ഷെ വീണ്ടും നമുക്ക് എന്ത് കിട്ടും, f(0.972) എന്ന് കിട്ടും. f(0.972) എന്ന് വെച്ചാൽ എന്തോന്നാ, നമ്മുടെ f(x) എന്താ, നമ്മൾ ഈ എക്സാമ്പിൾ എടുത്ത e(x). നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, e(0.972). പക്ഷെ e(0.972) എന്ന് കണ്ടുപിടിക്കണേ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ അസംഷൻ വെച്ച് നമ്മൾ ഈ വരയ്ക്കുന്ന ലിനിയർ അപ്രോക്സിമേഷൻ ഇക്വേഷൻ എന്തായി, L(x) = f എന്നായല്ലോ. കാരണം ഇത് 0 ആയി പോയെന്ന്, എന്ത് 0.972 കൊണ്ടേ വരച്ചപ്പോ. അപ്പൊ വീണ്ടും നമ്മൾ L(x) എന്ന് പറഞ്ഞാൽ വീണ്ടും അവിടെ കണ്ടുപിടിക്കാൻ നോക്കുന്നത് എന്താ, f(0.972), അതായത് e(0.972). അതായത് ആക്ച്വലി പറഞ്ഞ ഒരു ഫൂളിഷ് രീതി ആയിപ്പോയി. അതായത് f(0.972), അതായത് e(0.972) കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു, നമ്മൾ നേരെ കൊണ്ട് ഈ 0.972 ലൈൻ വരച്ചാല് ഓക്കെ, ആ പോയിന്റിൽ എക്സും 0.972 എയും 0.972 എന്നാണ് എടുത്തെങ്കിൽ അത് നേരെ കൊണ്ടുവന്ന് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, L(x) = f plus f dash of x minus എന്ന് പറഞ്ഞ ഇക്വേഷൻ എടുത്താൽ ഈ ടേം 0 ഇപ്പോൾ. കാരണം എന്താ, എക്സ് എയും സെയിം ആണ്. പക്ഷേ L(x) = f എന്ന് പറഞ്ഞ സാധനം തന്നെ നിൽക്കും. ആൻഡ് f എന്താ,
നമുക്ക് എന്ത് വാല്യൂ ആണ് വേണ്ടുന്നത് അതേ വാല്യൂ തന്നെ എഫ് ഓഫ് എ. മനസ്സിലായില്ലേ? നമ്മൾ കണ്ടുപിടിക്കാൻ വന്ന എന്തോന്നാ e⁻⁹2. അപ്പൊ അതിന് വേണ്ടി സിംപ്ലിഫൈ ആക്കാൻ നമ്മൾ എന്ത് ചെയ്ത് ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ വലിച്ച് L(x) ഈ കാണുന്നത്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയപ്പോ എന്ത് പറഞ്ഞ് അതും എഫ് ഓഫ് എ തന്നെ വന്ന്. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കിയതും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരേ സാധനം തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിൽ പോയിന്റ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ ചോദിക്കും എന്നാ പിന്നെ എന്തിനാ എ, എന്നാ പിന്നെ എന്തിനാ എക്സ്? ഇത്രയും പാടാതെ പിന്നെ ആക്ച്വലി ലീനിയർ അപ്രോക്സിമേഷന്റെ ഉപകാരം എന്താ? ഓക്കെ, പറഞ്ഞു തരാം. നമുക്ക് എഫ് ഓഫ് 0.972 വാല്യൂ കണ്ടുപിടിക്കാനല്ലേ പാട്, 1 വാല്യൂ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. ഓക്കെ, അതായത് നമ്മുടെ എയെ 1 ആക്കുക. ഓക്കെ, എന്ത് കണ്ട 1 എത്തിച്ചു. ഇനി ഇതൊന്ന് സൂമിൻ ചെയ്ത് നോക്കിയാൽ 1 അടുത്തുള്ളൊരു വാല്യൂ ആയിരിക്കും. ആണോ, ഈ വാല്യൂന്റെ ഇടയ്ക്കാണ് 0.972 നിൽക്കുന്നത്. അതായത് ഈ 1 വളരെ അടുത്തുള്ളൊരു വാല്യൂ ഈ പറയുന്ന 0.972. കണ്ടില്ലേ, ഈ 1 വളരെ അടുത്തുള്ള വാല്യൂ. കാരണം ഏതാണ്ട് ഈ ഒരു ഏരിയയിൽ വരും. ഓക്കെ, 1 വളരെ അടുത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ ലിനിയർ അപ്രോക്സിമേഷൻ വെച്ച് എങ്ങനെയോ ഈ 1 വാല്യൂ ഞാൻ കണ്ടുപിടിച്ചാൽ ഓക്കെ അതിനോട് ഓൾമോസ്റ്റ് ഏറെക്കുറെയൊക്കെ സെയിം ആയിരിക്കും ഈ അടുത്തുള്ള വാല്യൂകൾ അല്ലേ? കാരണം ഈ പോയിന്റ് ടച്ച് ചെയ്ത് പോന്നു. കണ്ണു വന്നു തന്നെ നോക്ക്, ഇവിടുന്ന് വന്നു ഇവിടെ ടച്ച് ചെയ്തു, പിന്നെ അതാ നേരെ ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ ഗ്യാപ്പ് കൂടുതൽ ആ ഗ്യാപ്പ് കുറഞ്ഞു വന്ന് ഓൾമോസ്റ്റ് ഈ പോയിന്റ് ഒക്കെ എത്തപ്പോഴത്തെ ഗ്യാപ്പേ ഇല്ല അവർ തമ്മി. ഓക്കെ, എന്നിട്ട് പിന്നെ ഗ്യാപ്പ് കുറഞ്ഞു വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഗ്യാപ്പ് കൂടി പോകുന്നു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ എന്താ എഫ് ഓഫ് 1 വാല്യൂ എടുക്കാൻ പോകുന്നത്. അതായത് 1 നമ്മളിപ്പോ ലീനിയർ അപ്രോക്സിമേഷൻ വരച്ച്, അപ്പൊ 1 ലൈൻ വരച്ചാല് 1 വളരെ അടുത്താണ് 0.972. അപ്പൊ 1 നമ്മൾ കിട്ടുന്ന വാല്യൂ എന്തുമായിരിക്കും അതിനോട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും 0.972 വാല്യൂ. ആൻഡ് നമുക്കറിയാം ഇവിടെ എഫ് ഓഫ് 1 എടുത്താൽ എന്ത് സംഭവിക്കും? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ e⁻1 ഈ തന്നെ കിട്ടും. എഫ് ഡാഷ് ഓഫ് 1 എന്താ e⁻1 1 തന്നെ കിട്ടും. എന്താ 1 + 1 ഇൻറ്റു നമുക്ക് എന്താ വേണ്ടുന്നത് 0.972. എന്നിട്ട് 1 + 1 ഇൻറ്റു 0.972 എന്ന് പറഞ്ഞാൽ 1.972. ഇപ്പൊ കിട്ടിയുണ്ടോ? ഇപ്പൊ ആ വാല്യൂ കിട്ടിയുണ്ടോ? 1.972. ഓക്കെ, ഇപ്പൊ മനസ്സിലായി, ഇതാണ് ട്രൂ ബ്യൂട്ടി. അതായത് നമ്മളിവിടെ ചെയ്തത് എന്താ, നമുക്ക് 0.972 എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ എ വാല്യൂവിനെ നമ്മൾ 1 കൊണ്ടുവച്ച്. എന്തിന്റെ ബേസിൽ? കാരണം 1 വളരെ അടുത്താണ് 0.972 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ 1 വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ 1 ഓൾമോസ്റ്റ് ആ 1 കണ്ടുപിടിച്ച വാല്യൂവിന്റെ ഓൾമോസ്റ്റ് അടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ. ഓക്കെ, ഓൾമോസ്റ്റ് അടുത്ത്, എക്സാക്ട്ലി സെയിം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് ലിനിയർ അപ്രോക്സിമേഷൻ നമ്മളോട് പറഞ്ഞത്. നമ്മളിപ്പോൾ ചെയ്ത് എന്ത് അതായത് e⁻0.972 അതായത് 2.719 എന്ന് പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയെക്കാട്ടിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ 1 അപ്രോക്സിമേറ്റ് ചെയ്ത് നമ്മൾ 1 നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ കിട്ടും. ഇത് പ്രകാരം എഫ് ഓഫ് 1 + എഫ് ഡാഷ് ഓഫ് 1 × x എന്ന് കിട്ടും. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ e⁻1 എന്ന് പറഞ്ഞാൽ ഇ കിട്ടും. ഓക്കെ, അതുപോലെ എഫ് ഡാഷ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈ തന്നെ കിട്ടും. ഇനി അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 0.972 കൊടുത്ത്, അതായത് ഇ + ഇ ഇൻറ്റു 0.972 ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ 2.71. ഓക്കെ, ഇപ്പൊ നോക്കുക, അതായത് 2.719 എന്ന് പറഞ്ഞത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അതായത് 2.718 അതിന്റെ ബേസിക് മീനിങ് എന്താണെന്ന് വെച്ചാൽ 2.718നെ 0.978 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആൻഡ് അതൊരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻ ആണ്. പക്ഷെ അതിനെ നമ്മളൊരു സിമ്പിൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷനിലോട്ട് കൊണ്ടുവന്നു. എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ? ഈ ഇൻറ്റു 0.972, അതായത് e⁻0.972 നമ്മൾ എങ്ങനെ ആക്കി? ഈ ഇൻറ്റു 0.972 എന്ന് ഇവിടെ ആക്കി. ആൻഡ് അതിന്റെ കൂടെ ജസ്റ്റ് ഒരു അഡീഷൻ ടൈം കൂടെ. ഓക്കെ, ഇപ്പൊ ആ കമ്പ്യൂട്ടേഷൻ വളരെ സിമ്പിൾ ആയല്ലോ. അതായത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് കിടന്നതിനെ, ഓക്കെ, റേസ്-2 കിടന്നതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സിമ്പിൾ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആക്കിയല്ലോ. ഇതാണ് ലീനിയർ അപ്രോക്സിമേഷന്റെ ശരിക്കും ഉപകാരം. ഓക്കെ, നമ്മൾ 1 ഒരു ലീനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരച്ചിട്ട് നമ്മൾ 0.972 വാല്യൂവിനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഈ എക്സിന്റെയും വാല്യൂ എയുടെയും വാല്യൂ തമ്മിൽ തിരിഞ്ഞു പോലെ എനിക്കിപ്പോ
0.0001 വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഞാൻ ഈ 1 ലൈൻ വരച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണം? എന്റെ ലൈനിനെ കൊണ്ടുവന്ന് 0യുടെ അടുത്ത് വെക്കണം. എന്തിന്? എന്റെ ലൈനിനെ ഞാൻ 0യുടെ അടുത്ത് വെച്ചാലേ 0.001ന്റെ വാല്യൂ എനിക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ 0യിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും 0.5 പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് 0.5 വാല്യൂ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ 0.5ന്റെ അടുത്തെത്തിക്കണം. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എനിക്കതല്ല 1 നമ്മൾ പറഞ്ഞ 0.972 വാല്യൂ കിട്ടണമെന്നല്ലേ? ഇനി എന്നോട് പറയാ 1.00001 വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പൊ എന്താ e1.00001 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത അതേ കാര്യം തന്നെ ഉപയോഗിക്കുക. 1 കൊണ്ടുവയ്ക്കുക. ഓക്കെ, 1നോട് വളരെ അടുത്തായിരിക്കും 1.00001 എന്ന് പറയുന്നത്. അതായത് ഇവരുടെ ഇടയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന സെയിം ആയിരിക്കും. അപ്പൊ 1ലെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതിനോട് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? ഇത്രയുള്ള സംഭവം. ഇതാണ് ലിനിയർ അപ്രോക്സിമേഷന്റെ ഉപകാരം. ആൻഡ് എക്സിന്റെ എന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ് എന്ന് പറയുന്ന വാല്യൂ എയോട് വളരെ സിമിലർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് നമ്മൾ ഈ കേസിൽ 0 എന്ന് പറയുന്ന എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ലൈൻ 0യിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, 0യിൽ. എന്നിട്ട് അവിടെ നിന്നാണ് ആക്ച്വലി ഇത് ബെൻഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ. അതായത് നമ്മുടെ ലിനിയർ അപ്രോക്സിമേഷൻ ലൈൻ വരയ്ക്കുന്ന 0യിൽ.